ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പറയാം ലിമിറ്റിംഗ് റിയേജന്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ലിമിറ്റിംഗ് റിയേജന്റ്. നോക്കിയാലോ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ളത്. പക്ഷെ ആദ്യം തന്നെ ഞാൻ കെമിസ്ട്രി ഒന്നും പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. ഓക്കെ, യെസ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടീ ആണ്, ചായ. സോ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്, ടീ. പ്രൊഡക്റ്റ് ടീ ആണ്. ഇവിടെ ടീ ഉണ്ടാക്കുമ്പോ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ കെമിസ്ട്രിയുടെ ലാംഗ്വേജ് ആയിരിക്കും. ഇൻഗ്രീഡിയൻസ് എന്നല്ല പറയാ, റിയാക്ടൻസ്. ടീ എന്ന പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റിയാക്ടൻസ്. ഏതൊക്കെയാണ്, ഏതൊക്കെ റിയാക്ടൻസ് ചേർന്നാലാണ് ടീ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുക? നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർ വേണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ടന്റ് വാട്ടർ. പിന്നെ മിൽക്ക്. പിന്നെ എന്ത് വേണം? ഷുഗർ വേണം, ടീ പൗഡർ. ഈ 4 കാര്യങ്ങളാണ് വേണ്ടത് അല്ലെ? വാട്ടർ, മിൽക്ക്, ഷുഗർ, ടീ പൗഡർ. ഇതൊക്കെ എന്റെ കയ്യിലുണ്ട്. എത്ര എമൗണ്ടാ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. വാട്ടർ ഉള്ളത് ഏകദേശം 5000 ലിറ്റർ ഉണ്ട്. എന്റെ കിണറ്റ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കിണറ്റിൽ മൊത്തം വെള്ളമുണ്ട്. 5000 ലിറ്റർ വാട്ടർ ഉണ്ട്. പിന്നെയോ മിൽക്ക്. മിൽക്ക് എന്റെ കയ്യില് 1 ഗ്ലാസ് മിൽക്ക് മാത്രമേ ഉള്ളൂ. ഷുഗർ. ഷുഗർ 5 കിലോഗ്രാം ഷുഗർ ഉണ്ട്. ഓൾസോ ടീ പൗഡർ 2 കിലോഗ്രാം ടീ പൗഡർ ഉണ്ട്. സോ ഇത് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് വാട്ടർ ഉണ്ട്, ഒരുപാട് ഷുഗർ ഉണ്ട്, ഒരുപാട് ടീ പൗഡർ ഉണ്ട്. പക്ഷെ ഒരാളുടെ എമൗണ്ട് മാത്രം കുറവാണല്ലോ. ഏതാ? മിൽക്ക്. മിൽക്ക് 1 ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഈ 4 റിയാക്ടൻസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടീ ആണ്. ഈ 4 റിയാക്ടൻസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും? ഞാൻ പറയുന്നു മാക്സിമം 2 ഗ്ലാസ് ടീയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെന്താ 2 ഗ്ലാസ് ടീ ആയി കുറഞ്ഞു പോയത്? ഇഷ്ടം പോലെ വാട്ടറും ഷുഗറും ടീ പൗഡറും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും പറഞ്ഞ കാര്യമില്ല. നമുക്ക് മിൽക്ക് 1 ഗ്ലാസ്സേ ഉള്ളൂ. 1 ഗ്ലാസ് മിൽക്ക് കൊണ്ട് മാക്സിമം 2 ഗ്ലാസ് ടീ ഉണ്ടാക്കാം. അതിൽ കൂടുതൽ പറ്റില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള റിയാക്ടൻസ് ഒക്കെ എത്ര കൂടുതലുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല. ഒരു റിയാക്ടന്റ് കുറവാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റും കുറയും. ഞാൻ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയാം. ബാക്കിയുള്ള റിയാക്ടൻസ് ഒക്കെ എത്രയുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു റിയാക്ടന്റ് കുറവാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റും കുറയും. ഇവിടെ ആ റിയാക്ടന്റ് ഏതാ? മിൽക്ക്. ബാക്കിയൊക്കെ എക്സസ് ആണ്, ഇത് മാത്രം കുറവാണ്. സോ ഇവിടെ പ്രൊഡക്റ്റ് ആയ ടീനെ ലിമിറ്റ് ചെയ്യുന്നത്, എനിക്ക് വെറും 2 ഗ്ലാസ് ടീയെ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഇങ്ങനെ എന്റെ പ്രൊഡക്റ്റിനെ ലിമിറ്റ് ചെയ്യിച്ച ആളാരാണ് ഇവിടെ? ഏത് റിയാക്ടന്റ് ആണ് എന്റെ പ്രൊഡക്റ്റിനെ ലിമിറ്റ് ചെയ്യിച്ചത്? വെറും 2 ഗ്ലാസ് എന്ന ചെറിയൊരു എമൗണ്ടിലേക്ക് എന്റെ പ്രൊഡക്റ്റിനെ ലിമിറ്റ് ചെയ്ത ആൾ ആരാണ്? ഉത്തരം വളരെ സിമ്പിൾ ആണ്, മിൽക്ക്. സോ ഇവിടത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഇതാണ്, മിൽക്ക്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ച് ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കുറവുള്ള റിയാക്ടന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഏറ്റവും കുറവുള്ള റിയാക്ടന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ആ കുറവുള്ള സാധനം നമ്മൾ മൊത്തമായിട്ട് എടുക്കും അല്ലെ? ആ റിയാക്ഷനിൽ കുറവുള്ള സാധനം മൊത്തമായിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ. അത് മൊത്തം തീർന്നു കഴിഞ്ഞാൽ റിയാക്ഷനും തീരും. ഓക്കെ, അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഡെഫിനിഷനിലേക്ക് പോകാലോ. റിയേജന്റ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ and thus limit the amount of product formed is called as limiting reagent. ഒന്നുകൂടി പറയാം, ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഡെഫിനിഷൻ ഇതാണ്. റിയേജന്റ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ and thus limit the amount of product formed is called as limiting reagent. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് അത് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് അത് ഏറ്റവും കുറവുള്ള സാധനം നമ്മൾ മൊത്തമായിട്ട് എടുക്കും. മാത്രമല്ല ഈ റിയേജന്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിന്റെ 2 ഫീച്ചറും നമ്മൾ പഠിച്ചു അല്ലെ? ലിമിറ്റിംഗ് റിയേജന്റ് ഒരു റിയാക്ഷനിൽ മൊത്തമായിട്ട് തീർന്നു പോകും, കാരണം അത് കുറവേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം,
ലിമിറ്റിംഗ് റിയേജന്റ് ആണ് പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ടുമാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്. ഞാൻ ഒന്നുകൂടി ഡെഫിനിഷൻ പറഞ്ഞുതരാം. ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് ദ റിയേജന്റ് that is getting completely consumed in a reaction and thus limit the amount of product formed. Is it clear? ഇനി നമുക്ക് കെമിസ്ട്രി എക്സാമ്പിളിലേക്ക് പോയാലോ? നോക്കാം. ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കെമിസ്ട്രി പ്രോബ്ലം എങ്ങനെയാ ചെയ്യുക എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ നോക്കാം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ വേറെ മാർക്കർ ഉപയോഗിക്കാം. 20 gram ഹൈഡ്രജൻ. 20 gram ഹൈഡ്രജൻ ഉണ്ട് എന്റെ കയ്യില്. 20 gram hydrogen reacts with 64 gram oxygen. Okay, so condition ഇതാണ്. 20 gram hydrogen reacts with 64 gram oxygen. ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിയാലോ? ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ ഒരു പ്രൊസീജിയർ, ഇനി ഞാൻ പറയുന്ന പ്രൊസീജിയർ വെച്ച് ചെയ്താൽ മതിയാകും. ഷാൽ വി സ്റ്റാർട്ട്? ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 ഇതാണ്. റിയാക്ഷൻ നല്ല വൃത്തിക്ക് എഴുതുക. എന്താ സ്റ്റെപ്പ് 1? റിയാക്ഷൻ നല്ല വൃത്തിക്ക് എഴുതുക. എന്താ ഇവിടുത്തെ റിയാക്ഷൻ വരിക? ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. ഓക്കെ, സോ H2 plus O2 giving H2O. ഞാൻ എന്താ എഴുതി? H2 plus O2 giving H2O. ഇങ്ങനെ റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഫൈൻ. ഈ ക്വസ്റ്റ്യനിലേക്ക് കയറുന്നതിന് മുമ്പ് ചില കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നേരിട്ട് മാസ് നോക്കും. 20 gram ഹൈഡ്രജൻ, 64 gram ഓക്സിജൻ. ഇവിടെ ഏറ്റവും കുറവ് ഏതാണുള്ളത്? ഹൈഡ്രജൻ. 20 gram അല്ലേ ഉള്ളൂ. എന്നിട്ട് പറയും ഹൈഡ്രജൻ ആ ലിമിറ്റിംഗ് റിയേജന്റ്. നമ്മൾ നേരത്തെ അതാണല്ലോ പഠിച്ചത്. ഏറ്റവും കുറവുള്ളത് ലിമിറ്റിംഗ് റിയേജന്റ്. പക്ഷെ ഇങ്ങനെ മാസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. ഓക്കെ, ലിമിറ്റിംഗ് റിയേജന്റ് പറയണമെങ്കിൽ നമുക്ക് മോൾസിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം, റേഷ്യോനെ കുറിച്ചും ഐഡിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഏതാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? റിയാക്ഷൻ എഴുതുക. അതെല്ലാവരും നോട്ടിൽ എഴുതി കഴിഞ്ഞല്ലോ. ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ നോട്ടിലും എഴുതിക്കോളൂ. വീഡിയോ പോസ് ചെയ്ത് കണ്ടോളൂ. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ആ സ്റ്റെപ്പ് നിങ്ങൾ നോട്ടിലേക്കും പകർത്തി എഴുതുക. ഓക്കെ, റിയാക്ഷൻ എഴുതി. H2 plus O2 giving H2O. അതാണ് സ്റ്റെപ്പ് 1. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. സ്റ്റെപ്പ് 2 ഇതാണ്. ബാലൻസ് ദ റിയാക്ഷൻ. റിയാക്ഷൻ ബാലൻസ് ചെയ്യുക. എല്ലാവർക്കും അറിയാം ഈ റിയാക്ഷൻ എങ്ങനെയാ ബാലൻസ് ചെയ്യേണ്ടതെന്ന്. 2H2 plus O2 giving 2H2O. ഈ രീതിയിൽ നമ്മൾ റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നു. ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം റേഷ്യോനെ കുറിച്ചിട്ടാണ്. റിയാക്ഷന്റെ റേഷ്യോനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ബാലൻസ്ഡ് റിയാക്ഷൻ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ റേഷ്യോ എന്താണെന്നുള്ളത്. ഇവിടുത്തെ റേഷ്യോ ഇതാണ് 2:1:2. ഇതാണ് ഇവിടുത്തെ റേഷ്യോ 2:1:2. അത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതി 2:1:2 എന്ന് പറയുന്ന റേഷ്യോ എഴുതി. ഫൈൻ. സോ സ്റ്റെപ്പ് 1 റിയാക്ഷൻ എഴുതുക. സ്റ്റെപ്പ് 2 ബാലൻസ് ചെയ്യുക. സ്റ്റെപ്പ് 3 റേഷ്യോ എടുത്ത് എഴുതുക. റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പേഴ്സ് തന്നെ താഴെ എടുത്ത് എഴുതുക. ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2, ഇവിടെ 1 or 2 ആയതുകൊണ്ട് 1, ഇവിടെ 2H2 ഉള്ളതുകൊണ്ട് 2. അത് തന്നെ താഴെ വീണ്ടും എടുത്ത് എഴുതുക. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. നാലാമത്തെ സ്റ്റെപ്പ് ഇതാണ്. തന്നിട്ടുള്ള മാസ് അടുത്ത റോയിൽ എഴുതുക. ഗിവൺ മാസ്, തന്നിട്ടുള്ള മാസ് എടുത്തെഴുതുക. ഹൈഡ്രജൻ എത്ര മാസ് ഉണ്ട് എന്നാ പറഞ്ഞത്? 20 gram. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൈഡ്രജൻ ഉള്ളത് 20 gram. ഓക്സിജൻ എത്രയുണ്ട്? 64 gram. അത് ഇവിടെ എഴുതുക. ഓക്സിജൻ 64 gram. വാട്ടറോ? വാട്ടർ നമുക്ക് അറിയില്ല എത്രയുണ്ട്. സോ അവിടെ ഒരു ബ്ലാങ്ക് ഇട്ടാൽ മതിയാവും. ഓക്കെ, ഇനി
നമുക്ക് ഒരിക്കലും മാസ് നോക്കിയിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇവിടെ ഹൈഡ്രജൻ കുറവ് മാസാണല്ലോ, അപ്പൊ ഹൈഡ്രജൻ തന്നെ ലിമിറ്റിംഗ് റിയേജന്റ്. ഇങ്ങനെ ഒരു ഐഡിയയിൽ നിങ്ങൾ പോകാൻ പാടില്ല. മാസ് നോക്കി പറയരുത്, മോൾസ് നോക്കിയേ പറയാൻ പാടുള്ളൂ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇതാണ്, ഈ മാസിനെ മോൾസിലേക്ക് മാറ്റുക. അതിന് അവസാനം പഠിച്ച വീഡിയോ നമുക്ക് ഹെൽപ്ഫുൾ ആവും. എങ്ങനെയാ മാസിനെ മോൾസ് ആക്കുക എന്ന് പഠിച്ചതാണ്. മോൾസ് 20 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്ര മോൾസ് ആണ്? നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ബൈ GMM. ഇതല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? ആ ഒരൊറ്റ ഇൻഫോർമേഷൻ ആണ് നമുക്ക് പ്രീവിയസ് നോളജ് ആയിട്ട് വേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ബൈ GMM. ഇവിടെ തന്നിട്ടുള്ള മാസ് 20, GMM എത്രയാണ് വരുന്നത്? 2. ഹൈഡ്രജന്റെ GMM എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? H2 ആണ് മോളിക്യുലർ മാസ്. സോ മോൾസ് എന്ന് പറയുന്നത് 20/2 ഈക്വൽ ടു 10. എത്ര മോൾസ് ഉണ്ട് ഹൈഡ്രജൻ? 20/2 ഈക്വൽ ടു 10. ഇനി ഓക്സിജന്റെ മോൾസ് നോക്കിയാലോ? ഓക്സിജന്റെ മാസ് 64 ഗ്രാം ആണ്. ആ 64നെ ഡിവൈഡഡ് ബൈ 32. ഓക്സിജന്റെ ഗ്രാം മോളിക്യുലർ മാസ് 32 ആണ്. 64/32 ഈക്വൽ ടു 2. ഓക്സിജന്റെ മോൾസ് നമുക്ക് കിട്ടി 2. ഹൈഡ്രജന്റെ മോൾസ് 10 ആണ്. ഓക്സിജന്റെ മോൾസ് ഇതാണ് 2. ഓക്കെ, ഇത് നമുക്ക് അറിയില്ല. ഫൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യാം? ആക്ച്വൽ റേഷ്യോ കണ്ടുപിടിക്കും. ഈ റിയാക്ഷൻ നടക്കുന്ന ആക്ച്വൽ റേഷ്യോ എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നോക്കാം നമുക്ക്. ആക്ച്വൽ റേഷ്യോ അല്ലെങ്കിൽ ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ്, അതായിരിക്കും കൂടുതൽ ശരി. ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ്, റിയാക്ഷൻ നടക്കുന്ന നമ്പർ ഓഫ് മോൾസ്, ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് ഇൻ വിച്ച് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. അടുത്ത റോയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് ഇൻ വിച്ച് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. റിയാക്ഷൻ നടക്കുന്ന യഥാർത്ഥ നമ്പർ ഓഫ് മോൾസ്. അതായത് ഇവിടെ 10 മോൾ ഹൈഡ്രജനും 2 മോൾ ഓക്സിജനും ഉണ്ട് എന്ന് വെച്ചാൽ അത് മൊത്തം റിയാക്ട് ചെയ്യുമോ? ഇല്ല. അത് റേഷ്യോ പോലെ റിയാക്ട് ചെയ്യുള്ളൂ. അത് ഏത് റേഷ്യോയിലാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മളാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാം. എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. Is it clear? 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇനി താഴത്തെ റോയിലേക്ക് പോയാൽ 10 മോൾ ഹൈഡ്രജൻ, അപ്പൊ എത്ര എണ്ണം വേണ്ടി വരും? 2 മോളിന് 1 മോൾ വേണം. അപ്പൊ 10 മോൾ ഹൈഡ്രജൻ എത്ര വേണ്ടി വരും? 5 മോൾ വേണ്ടി വരും. പക്ഷെ 5 മോൾ ഇവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് റിയാക്ഷൻ ആ രീതിയിൽ നടക്കില്ല. പിന്നെ എങ്ങനെയാ റിയാക്ഷൻ നടക്കുക? തിരിച്ചാലോചിക്കണം. അങ്ങനെ തിരിച്ചാലോചിക്കുക. ഞാൻ ഇങ്ങേപ്പുറം നിന്നിട്ട് പറയാം. ഇങ്ങോട്ട് ആലോചിക്കണം. അതെങ്ങനെയാ അങ്ങോട്ട് ആലോചിക്കുക? 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ വേണം. 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ വേണം. അപ്പോൾ 2 മോൾ ഓക്സിജൻ എത്ര വേണം? 4 മോൾ ഹൈഡ്രജൻ വേണം. ആ രീതിയിൽ ആലോചിക്കാലോ. കാരണം 4ൽ കൂടുതൽ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടല്ലോ. സോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാ, ഇവിടുന്ന് അങ്ങോട്ടാണ് ആലോചിക്കേണ്ടത്. 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ വേണം. അപ്പോൾ 2 മോൾ ഓക്സിജന് 4 മോൾ ഹൈഡ്രജൻ വേണം. ഇവിടെ 4ൽ കൂടുതലുണ്ട്. അപ്പൊ ഒരു പ്രശ്നമില്ല, റിയാക്ഷൻ അങ്ങനെ നടന്നോളും. ഓക്കെ, സോ അത് നമ്മൾ എടുത്തെഴുതുക. 2, 4. ഓക്കെ, നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഏത് റിയേജന്റാ മൊത്തമായിട്ട് തീർന്നത്? ഓക്സിജൻ. നോക്കൂ, 2 മോൾ ഉള്ളതിൽ 2 മോളും റിയാക്ട് ചെയ്ത് പോയി. സോ ഓക്സിജൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കും. വിച്ച് റിയാക്ടന്റ് റിമെയിൻ അൺറിയാക്റ്റഡ്? ഏത് റിയാക്ടന്റ് ആണ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്? ഏത് റിയാക്ടന്റ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്? നോക്ക്, ഇവിടെ ഹൈഡ്രജൻ അൺറിയാക്റ്റഡ് ആണ്. 10 മോൾ ഉള്ളതിൽ 4 മോളെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. 6 മോൾ അൺറിയാക്റ്റഡ് ആണ്. 6 മോൾ ഹൈഡ്രജൻ ഈസ് അൺറിയാക്റ്റഡ്. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത് മനസ്സിലായോ? അവസാനത്തെ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മോൾ ഹൈഡ്രജന് 5 മോൾ ഓക്സിജൻ വേണം. അതിവിടെ ഇല്ല.
അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്കണ്ട, നേരെ തിരിച്ചാലോചിക്കുക. എങ്ങനെ തിരിച്ചാലോചിക്കുക നോക്കാം. എങ്ങനെ തിരിച്ചാലോചിക്കേണ്ടത്? 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ വേണം. അപ്പോൾ 2 മോൾ ഓക്സിജന് 4 മോൾ ഹൈഡ്രജൻ വേണം. അതും അതിൽ കൂടുതൽ ഇവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിലാണ് റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. ഉടനെ അത് അടുത്ത സ്റ്റെപ്പിൽ എടുത്തെഴുതുക. 2, 4. ഇതാണ് റിയാക്ഷൻ നടക്കുന്ന റേഷ്യോ. ഏത് റിയേജന്റ് ലിമിറ്റിംഗ് റിയേജന്റ്? ഓക്സിജൻ. കാരണം 2 മോൾ ഉള്ളതിൽ 2 മോൾ തീർന്നു. ഏത് റിയേജന്റ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്? ഹൈഡ്രജൻ. 10 മോൾ ഉള്ളതിൽ 4 മോളും അൺറിയാക്റ്റഡ് ആണ്. 4 മോള് റിയാക്ട് ചെയ്തു, 6 മോള് അൺറിയാക്റ്റഡ് ആയിട്ട് കിടന്നു. ഓക്കെ, ഇനി വോളിയം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. 44.8 liter of nitrogen reacts with 448 liter of hydrogen. എന്താ കഴിഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ഇതിനുള്ള വ്യത്യാസം? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മാസ് ആയിരുന്നു തന്നത് അല്ലെ? ഈ ക്വസ്റ്റ്യനിലോ വോളിയം ആണ് തന്നിട്ടുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വോളിയത്തിൽ നിന്ന് മോൾസിലേക്ക് പോകാനുള്ള ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ ഇതും ചെയ്യാം, കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ അതേ മെത്തേഡ്. ഷാൽ വി സ്റ്റാർട്ട്? യെസ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? റിയാക്ഷൻ എഴുതുക. N2 plus H2 giving NH3. ഞാൻ റിയാക്ഷൻ എഴുതി കഴിഞ്ഞു. നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ട് അമോണിയ ഉണ്ടാകുന്നു. കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയതല്ലേ ഹേബർ പ്രോസസ് എന്നറിയപ്പെടുന്ന റിയാക്ഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഹേബർ പ്രോസസ് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആകുന്നതെന്ന് അറിയോ? ഇതിലൂടെ ഉണ്ടാക്കുന്ന അമോണിയ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. യൂറിയ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ അമോണിയയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഈ റിയാക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഈ ഫെർട്ടിലൈസറിന്റെ പ്രൊഡക്ഷൻ കൂടിയതാണ് ഒരു കാലത്ത് ഗ്രീൻ റവല്യൂഷനിലേക്കൊക്കെ നമ്മളെ നയിച്ചത്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ റവല്യൂഷന് പിന്നിലും ഒരു റിയാക്ഷൻ ഉണ്ട് കെമിസ്ട്രിയിലെ. അത് ഈ റിയാക്ഷൻ ആണ്, ഹേബർ പ്രോസസ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അല്ലെ? N2 plus H2 giving NH3 റിയാക്ഷൻ എഴുതി. ഒന്നാമത്തെ സ്റ്റെപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ബാലൻസ് ചെയ്യുക. N2 plus 3H2 giving 2NH3. ഞാൻ റിയാക്ഷൻ ബാലൻസ് ചെയ്തു കഴിഞ്ഞു. അടുത്ത പരിപാടി എന്താ? റേഷ്യോ. റേഷ്യോ എടുത്ത് എഴുതുക. ഇവിടെ ഏത് റേഷ്യോയിലാണ് റിയാക്ഷൻ നടക്കുന്നത്? 1:3:2. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഗിവൺ മാസ് എഴുതുക. പക്ഷെ ഇവിടെ മാസ് ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? കുഴപ്പമില്ല, എന്താ തന്നിട്ടുള്ളത്? വോളിയം. അതെടുത്ത് എഴുതുക. ഗിവൺ വോളിയം, തന്നിട്ടുള്ള വോളിയം ഞാൻ എടുത്തെഴുതാൻ പോവാണ്. 44.8 ലിറ്റർ നൈട്രജൻ. 44.8 ലിറ്റർ നൈട്രജൻ. ഞാൻ ഇവിടെ ലിറ്റർ എഴുതുന്നില്ല, 44.8. ഓക്കെ, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ലിറ്റർ എഴുതുന്നില്ല, നിങ്ങൾ എഴുതണം കേട്ടോ. 448 ലിറ്റർ ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ വോളിയം എത്രയാണ്? 448 ലിറ്റർ. ഹൈഡ്രജന്റെ വോളിയം 448. അമോണിയത്തിന്റെ വോളിയം അറിയില്ല, അത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. എത്ര അമോണിയ ഉണ്ടാകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, പിന്നീട് പറഞ്ഞുതരാം. ഗിവൺ വോളിയം. ഇനി വോളിയം വെച്ചിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് പറയാൻ പറ്റുമോ? ഇങ്ങനെ പറയാൻ പാടുണ്ടോ? നൈട്രജൻ കുറവ് വോളിയം, അപ്പൊ നൈട്രജൻ ലിമിറ്റിംഗ് റിയേജന്റ് പറയാൻ പാടുണ്ടോ? ഇല്ല. തന്നിട്ടുള്ള മാസ് അല്ലെങ്കിൽ വോളിയം വെച്ചിട്ട് നിങ്ങൾക്ക് ലിമിറ്റിംഗ് റിയേജന്റ് പറയാൻ പറ്റില്ല. അതിനെ നിങ്ങൾ മോൾസിലേക്ക് മാറ്റണം. റേഷ്യോനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. അതിനുശേഷം മാത്രമേ എന്ത് പറയാൻ പാടുള്ളൂ? ലിമിറ്റിംഗ് റിയേജന്റിലേക്ക് എത്താൻ പാടുള്ളൂ. നമുക്ക് നോക്കാം. ഈ വോളിയത്തിനെ മോൾസ് ആക്കി മാറ്റണം. മോൾസ് എങ്ങനെയായിരുന്നു വോളിയത്തിനെ മോൾസ് ആക്കി മാറ്റുക? വളരെ സിമ്പിൾ. നേരത്തേനേക്കാളും സിമ്പിൾ. മാസിനെ മോൾസ് ആക്കുന്നതിനാണ് സിമ്പിൾ ആണ് വോളിയത്തിനെ മോൾസ് ആക്കുന്നത്. 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? വോളിയത്തിനെ മോൾസ് ആക്കാൻ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
44.8 divided by 22.4 എന്താ 2. 448 divided by 22.4 എന്താ അത് 20. ക്ലിയർ ആണല്ലോ? എങ്ങനെയാ നമ്മൾ വോളിയത്തിനെ മോൾസിലേക്ക് മാറ്റിയത്? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 44.8 divided by 22.4 2. 448 divided by 22.4 20. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കണം. അങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കേണ്ടത്. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. അപ്പൊ 2 മോൾ നൈട്രജനോ? ഒന്നിന് 3, രണ്ടിനോ 6. അതിവിടെ ഉണ്ടല്ലോ, അതിൽ കൂടുതലും ഉണ്ട്. അപ്പൊ ഇത് ഉറപ്പിച്ചു ഈ രീതിയിൽ തന്നെ റിയാക്ഷൻ നടക്കുന്നത്. തിരിച്ചാലോചിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിന്? ഇത് നമുക്ക് ഉറപ്പാണ് ഈ രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ തിരിച്ചാലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. ഇത് നടക്കുന്നില്ലെങ്കിലാണ് തിരിച്ചാലോചിക്കേണ്ടത്. ഇത് നടക്കുന്നുണ്ട്, കൂളായിട്ട് നടക്കുന്നുണ്ട്. 1 മോളിന് 3 മോൾ ഹൈഡ്രജൻ, അപ്പൊ 2 മോളിന് 6 മോൾ ഹൈഡ്രജൻ, അതിൽ കൂടുതലും ഉണ്ടല്ലോ. അപ്പൊ നടക്കുന്ന റേഷ്യോ അല്ലെ നടക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഞാൻ എടുത്തെഴുതുന്നു. ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ്, റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് എത്രയാ വരിക? 2 എടുത്തെഴുതി. 1ന് 3, അപ്പൊ 2ന് 6. ഓക്കെ. ഇനി പറഞ്ഞ ഏതാ ലിമിറ്റിംഗ് റിയേജന്റ്? ഇത് നോക്കി പറ, ഏതാ ലിമിറ്റിംഗ് റിയേജന്റ്? വളരെ ഈസി അല്ലേ? നൈട്രജൻ 2 മോൾ ഉണ്ടായതിൽ 2 മോൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു, തീർന്നു പോകുന്നു. അപ്പൊ നൈട്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഈ റിയാക്ഷനിലെ ലിമിറ്റിംഗ് റിയേജന്റ് നൈട്രജൻ ആണ്. വിച്ച് റിയേജന്റ് റിമെയിൻ അൺറിയാക്റ്റഡ്? ഏത് റിയേജന്റ് അൺറിയാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്? ഹൈഡ്രജൻ. നോക്ക്, 20 മോളിലേത് 6 മോള് മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. 14 മോൾ അൺറിയാക്റ്റഡ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ലിമിറ്റിംഗ് റിയേജന്റ് ഏതാ? നൈട്രജൻ. 2 മോൾ ഉള്ളതിൽ 2 മോൾ തീർന്നു പോകുന്നുണ്ട്. ഏത് റിയേജന്റ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്? ഹൈഡ്രജൻ. 20 മോൾ ഉള്ളതിൽ 6 മോൾ റിയാക്ട് ചെയ്യുന്നു, 14 മോള് അൺറിയാക്റ്റഡ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. വേറൊരു കാര്യം കൂടി നമുക്ക് വേണേ കണ്ടുപിടിക്കാം. എത്ര വോളിയം അമോണിയ ഫോം ചെയ്യുന്നുണ്ട് അത് നോക്കാം. പ്രൊഡക്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. നോക്കോ, പ്രൊഡക്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കോ. 132 132 ഈ റേഷ്യോ താഴെ ആലോചിക്കുക. 26 എന്തായിരിക്കും? 132. അതുപോലെ 26 എന്തായിരിക്കും? 4. 264. 132 പോലെ തന്നെ അതിന്റെ ഡബിൾ ആണല്ലോ ഈ റേഷ്യോ, 264. അപ്പൊ എത്ര അമോണിയ ഫോം ചെയ്തിട്ടുണ്ട്? 4 മോൾ അമോണിയ ഈസ് ഫോംഡ്. ആദ്യത്തെ റോന്റെ അതേ റേഷ്യോയില് അവസാനത്തെ റോയും എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഇനി ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോബ്ലം ചെയ്യൂലേ നിങ്ങള്? ഞാൻ ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നോട്ടിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ട് അതെനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പ് വഴി സെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കെമിസ്ട്രിയിലെ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് മോൾ കോൺസെപ്റ്റ്, 2 ലിമിറ്റിംഗ് റിയേജന്റ്. അടുത്ത ദിവസം നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.